ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു പോളയുടെ റെസിപ്പിയാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അല്ലെങ്കിൽ 4 മണിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഈ കിടിലൻ പോള നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ടേസ്റ്റി പോളയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടേക്ക് പോകാം. അതിന് ആദ്യം അരമുറിയോളം തേങ്ങ, അരമുറിയിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള കുറച്ച് തേങ്ങ എടുത്താൽ മതി. ശേഷം അതിലേക്ക് 3/4 ടീസ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂണിൽ 3/4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് അതിൽ ഒരു ഏലക്ക, കുറച്ച് ഗീയും കൂടി ചേർത്ത് വറുത്തെടുക്കുക. നമ്മൾ ഉന്നക്കായുടെ ഫില്ലിങ്സ് തയ്യാറാക്കുന്നത് പോലെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇടിച്ചും വറുത്തെടുക്കാവുന്നതാണ്. ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് 2 മീഡിയം സൈസ് പഴമാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 3 പഴം എടുക്കാം. ശേഷം 2 മുട്ട, ഒരു 1/4 കപ്പ് പാലും കൂടി, പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മധുരം കറക്റ്റ് അളവാണ്. പഴത്തിൽ നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ അത്ര മധുരം മതി. ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്യുക. പഴം നമ്മൾ വേവിക്കാത്തത് കൊണ്ട് തന്നെ നന്നായി ബ്ലെൻഡ് ചെയ്യണം. എന്നാലേ പോളയ്ക്ക് നല്ല ടേസ്റ്റ്, ഉന്നക്കായ ടേസ്റ്റ് വരികയുള്ളൂ. അല്ലെങ്കിൽ ഒരു കായ്പൊളിയുടെ രീതിയിലേക്ക് മാറും. പക്ഷേ നമ്മൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്താൽ നമുക്ക് ഉന്നക്കായുടെ അതേ ടേസ്റ്റ് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നന്നായി ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഗീ ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഇഷ്ടാനുസരിച്ച് നട്ട്സൊക്കെ ചേർക്കാം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ പകുതി അതിലേക്ക് ഒഴിച്ച് 1 മിനിറ്റ് അടച്ചു വയ്ക്കുക. ശേഷം 1 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി നമ്മൾ ഫില്ലിങ്സായി തയ്യാറാക്കിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അധികം ഇടാവുന്നതാണ്, കുറച്ചും ഇടാവുന്നതാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ശേഷം നമ്മൾ ബാക്കി വന്ന് ബാറ്ററും കൂടി ഒഴിച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ കിടിലൻ പോള റെഡിയാണ്. നമ്മൾ ഉന്നക്കായുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. വീട്ടിലൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ശേഷം ഈ 15 മിനിറ്റ് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നമുക്കത് തിരിച്ചിട്ടിട്ടും ഒന്ന് പാനിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കിടിലൻ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കിടിലൻ പോളയാണ്. അപ്പോൾ ബൈ ബൈ, സീ യു ലേറ്റർ.